വിഷാദ സുസ്മിതം നീ ചൂടി വീണ്ടും എത്തുകില്ലേ നാളെ മുത്തുകോർക്കും പോലെ വിഷാദ സുസ്മിതം നീ ചൂടി വീണ്ടും എത്തുകില്ലേ നാളെ ഹൃദയമേതോ പ്രണയശോക കഥകൾ വീണ്ടും പാടും വീണ്ടും കാലമേറ്റു പാടും സന്ധ്യേ കണ്ണീരിതിന്റെ സന്ധ്യേ സ്നേഹമയീ കേഴുകയാണോ നീയും നിൻമുഖം പോൽ നൊമ്പരം പോൽ നിൽപ്പൂ രജനിഗന്ധി സന്ധ്യേ കണ്ണീരിതിന്റെ സന്ധ്യേ ദുഃഖമേ നീ പോകൂ കെടാത്ത നിത്യതാരാജാലം പോലെ കത്തുമീ അനുരാഗം ദുഃഖമേ നീ പോകൂ കെടാത്ത നിത്യതാരാജാലം പോലെ കത്തുമീ അനുരാഗം മരണമേ നീ വരികയെന്റെ പ്രണയഗാനം കേൾക്കൂ നീയും ഏറ്റുപാടാൻ പോരൂ സന്ധ്യേ കണ്ണീരിതിന്റെ സന്ധ്യേ സ്നേഹമയീ കേഴുകയാണോ നീയും നിൻമുഖം പോൽ നൊമ്പരം പോൽ നിൽപ്പൂ രജനിഗന്ധി സന്ധ്യേ കണ്ണീരിതിന്റെ സന്ധ്യേ. വെരി നൈസ്. താങ്ക് യു. കാർത്തിക, ഒരു എന്തോ? എവർഗ്രീൻ ഹിറ്റ് സോങ് അല്ലേ? എങ്ങനെ ഉണ്ടായി? ടഫ് ആയിരുന്നോ പാടാൻ? അറിയില്ല, ചോദിക്കാം. ഓക്കെ, എനിവേസ് നന്നായി പാടുക. ഓക്കെ, ചോദിക്കാം. ശരത് സർ. കാർത്തിക, എന്തോ? ആദ്യമായിട്ട് ഈ പാട്ടിന്റെ സെലക്ഷൻ മൈ ഗോഡ്. 1,00,000 മാർക്ക്. ഒരു നിവൃത്തിയില്ല. താങ്ക് യു സർ. ഞാനിത് ഓരോ തവണ ഈ പല്ലവി റിപ്പീറ്റ് ആണെങ്കിൽ ഇപ്പം ആ 2 ചരണങ്ങൾ പാടുമ്പോഴും ഇത് അദ്ദേഹം കൺസീവ് ചെയ്തേക്കുന്നതും അതുപോലെ അത് അറേഞ്ച് ചെയ്തേക്കുന്നത്, ഓ, എനിക്ക് ഒരു നിവൃത്തിയില്ല. ഇവിടെ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അസാധ്യ പാട്ട്. ഇത് ബാക്കി കാര്യങ്ങൾ പറയും, നമുക്ക് എന്നിട്ട് സംസാരിക്കാം. ദ ഫിലിം മദനോത്സവം. ആ. മ്യൂസിക് ചെയ്തത് സലീൽ ചൗധരി സാർ. ആഹാ, എഴുതിയത് ONV കുറുപ്പ് സാർ. പാടിയത് ജാനകി അമ്മ. ഇതിൽ കൂടുതൽ എന്ത് വേണം? എന്ത് വേണം? ഷോ, ഈ തുണ്ട് സന്ധ്യയെ പാടി നിർത്തത്തില്ലേ, അത് മാത്രം എനിക്കൊന്ന് കൃത്യമായിട്ട് ഹിറ്റ് ചെയ്ത് നിർത്തായിരുന്നു എന്ന് തോന്നി. എൻഡ് ചെയ്യുന്നില്ല, ഒന്ന് പാടാമോ? സന്ധ്യേ കണ്ണീരിതിന്റെ സന്ധ്യേ ആ, അങ്ങ് അവിടെ എത്തിയിട്ട് മതി, അത്ര മതി. ഇതിനകത്ത് കിടന്ന് നിലവിളിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ആ ഫീൽ, ആ കോമ്പസിഷനകത്ത് തന്നെ ഉണ്ട്. അതിന് വേണ്ട ഐറ്റങ്ങൾ. പിന്നെന്തിനാണ് എക്സ്ട്രാ? ഒന്നും ആവശ്യമില്ല. പിന്നെ മുത്ത് കോർക്കും പോലെ വിഷാദ, അതൊന്ന് പാടാമോ? വിഷാദ കുറച്ചും കൂടെ ആർദ്രമാകാമായിരുന്നു എന്ന് തോന്നി. മുത്തുകോർക്കും പോലെ വിഷാദ വിഷാദ സുസ്മിതം നീ ചൂടി സുസ്മിതം നീ ചൂടി
അതിനൊരു ക്ലാരിറ്റി ആകാമായിരുന്നു കേട്ടോ. ഇതൊന്നും ബോറൊന്നല്ല, ഇതൊക്കെ മനോഹരമായിരുന്നു. പക്ഷെ കുറച്ചും കൂടെ ആ ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നെങ്കിൽ. അതുപോലെ ദുഃഖമേ നീ പോകൂ കെടാത്ത അതും ഇത് സംഭവം തന്നെ. നല്ല രസമുള്ള ഒരു കോമ്പസിഷൻ. കാർത്തിക് നന്നായിട്ട് പാടി, താങ്ക് യു സർ. നന്നായിട്ട് പാടി. നമുക്കൊക്കെ കുറേ ഇഷ്ടമായി. അതായത് ഈ ഒരു കോമ്പസിഷനോടുള്ള അമിതമായിട്ടുള്ള പ്രേമം ഇത് ചെയ്തവരെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് എന്താ പറയേണ്ടതെന്നറിഞ്ഞു. വല്ലാത്ത ഒരു അവസ്ഥ. അപ്പോൾ എന്തൊക്കെയാലും നന്നായിട്ട് പാടി. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു ശരത് സർ. ചേച്ചി കാർത്തിക പെണ്ണേ, എന്തോ ഓ ബ്യൂട്ടിഫുൾ സോങ്, ബ്യൂട്ടിഫുള്ളി സോങ്, നന്നായി. താങ്ക് യു മാം. എനിക്കിത് ഈ പറഞ്ഞ മാതിരി സൂപ്പർ ഓർക്കസ്ട്ര, ഓ നിങ്ങൾ തകർത്തു, ഓ ഗംഭീരായിരുന്നു. ഇല്ല, നിങ്ങളില്ലെങ്കിൽ വലിയ കഷ്ടപ്പാടായി ഈ പാട്ടും കൊണ്ട് പോകാൻ. എസ്പെഷ്യലി എൻ്റെ ഒരു പ്രത്യേക സ്നേഹം സ്ട്രിങ്സ് സെക്ഷന്, ഓ മാജിക്കലായിരുന്നു. കാരണം നമുക്ക് ഒന്നാമത് ഈ ഒരു പാട്ട് ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, ഒരു സിംഗറുടെ ശബ്ദം മാത്രമേ ആവശ്യമുള്ളൂ. അതിന് ആ കോമ്പസിഷൻ്റെ അകത്ത് ഫീലും എല്ലാ കാര്യങ്ങളും ഉണ്ട്. സത്യത്തിൽ ഇതൊരു വിരക്തി പോലെയല്ലേ. അതായത് മരണം മുന്നിൽ കണ്ടു നിൽക്കുന്ന ഒരു പെൺകുട്ടി, അവർക്കറിയാം അവരെന്തായാലും മരിക്കും എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് ഡ്രാമ, ഒരുപാട് ശോകം ഇടേണ്ട കാര്യമില്ല. കാരണം അവർ സത്യം അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ എന്തൊരു കോമ്പസിഷനാണല്ലേ, എന്ത് ഭംഗിയായിട്ട് എഴുതിയിരിക്കുന്നത് ONV സാറ്. ഓഫ് ബ്യൂട്ടിഫുൾ. എല്ലാം കൊണ്ടും ചേർന്ന് ജാനകി അമ്മയുടെ ആലാപനത്തിലുള്ള ആ ഒരു സ്വീറ്റ്നെസ്സിനോടൊപ്പം വളരെ പ്ലെയിൻ ആയിട്ടുള്ള സിംഗിങ് ആണ് അമ്മ അതിൽ കൊടുത്തിരിക്കുന്നത്. അത് മോള് നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പല ഭാഗങ്ങളും മോള് കുറേ ഭാഗങ്ങളൊക്കെ അതുപോലെ പാടി. ചില സ്ഥലങ്ങളൊക്കെ കുറച്ചൊന്ന് ഒരു പാത്തോസ് പോലെ കൊണ്ടുവരാനുള്ള ശ്രമമുണ്ട്. പക്ഷെ ആ പാട്ടിനകത്ത് ഇതിപ്പം അമിതമായ ഈ പാട്ടിനോടുള്ള പ്രേമം കൊണ്ട് ഒരു ആരാധിക പറയുന്ന 2 ടിപ്സായിട്ട് കൂട്ടിയാൽ മതി മോളോ. അതിന് ആ ശ്രുതി ഒന്ന് കൊടുക്കോ. സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ സ്നേഹമയീ കേഴുകയാണോ നീയും നിൻമുഖം പോൽ നൊമ്പരം പോൽ നിൽപ്പൂ. അതിലൊക്കെ കുറച്ചുകൂടി അതിനെ ഒരുപാട് അങ്ങോട്ട് ഫീലിലോട്ട് ഇറക്കാതെ നിൻമുഖം പോൽ നൊമ്പരം പോൽ നിൽപ്പൂ രജനിഗന്ധി, ആ ഒരു റോ ഫീലിംഗ് ഇല്ലേ, അതൊന്ന് ശ്രദ്ധിക്കണമോളോ. കാരണം എല്ലാം നമുക്ക് ഈ സാഡ് സോങ് എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഉടനെ നമ്മൾ ഒരുപാട് അതിനകത്തുള്ള ഇമോഷൻസ്, ഡയനാമിക്സ് കൊണ്ടുവരും. പക്ഷെ അതിനകത്തൊരു വേറെ തന്നെ ഒരു സോളാണ് ജാനകി അമ്മ പാടിയത്. സ്നേഹമയീ കേഴുകയാണോ നീയും നിൻമുഖം പോൽ നൊമ്പരം പോൽ നിൽപ്പൂ രജനിഗന്ധി. അതൊക്കെ വളരെ ക്രിസ്പ് ആയിട്ടാണ് പാടിയിരിക്കുന്നത് പല ഭാഗങ്ങളും. ആ അനുപല്ലവി മോള് ആ ഫസ്റ്റ് ലൈൻ മാത്രം, മുത്തുകോർക്കും മുത്തുകോർക്കും പോലെ വിഷാദ സുസ്മിതം നീ ചൂടി വീണ്ടും എത്തുകില്ലേ നാളെ. അവിടെയൊക്കെ ഒരു കോൺഫിഡൻസ് വരാം, കുറച്ച് കോൺഫിഡൻസ് വരാം. വീണ്ടും എത്തുകില്ലേ നാളെ മുത്തുകോർക്കും പോലെ വിഷാദ, അതൊക്കെ വളരെ സട്ടിലായിട്ടാണ് പാടിയിരിക്കുന്നത്. മുത്തുകോർക്കും പോലെ വിഷാദ, അങ്ങനെയല്ല അത്. അങ്ങനെ അത്രമാത്രം ഒഴുക്കി പാടിയിട്ടില്ല അമ്മ. അതാണ് അതിൻ്റെ ബ്യൂട്ടി. അതിൽ അമ്മ കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേക തരം ഒരു ഫീലുണ്ട്. അതെങ്ങനെയാണ് പറഞ്ഞ് അറിയിക്കുക എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ആ പാട്ടിനകത്തുള്ള ഒരു സത്തുണ്ട്. അതാണ് മോൾ അസലായിട്ട് പാടി. മോൾ പാടിയതിനെ പറ്റിയുള്ള യാതൊരു കാര്യങ്ങളും ഇതിൽ പറയാനില്ല. മോളെ ഭംഗിയായിട്ട് പാടി. ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. കേൾക്കാൻ ഓൾ ദ വെരി ബെസ്റ്റ്. ഇനിയും നന്നാവട്ടെ. താങ്ക് യു ചേച്ചി. ഷാനിക. ഹായ് കാർത്തിക. ഹലോ സർ. എന്തൊക്കെയാണ് വിശേഷം? സുഖം. ഹാപ്പി ആയോ? ഹാപ്പിയായി. മോള് നന്നായിട്ട് തന്നെ പാടി കേട്ടോ. താങ്ക് യു സർ. നല്ല രസമുണ്ടായിരുന്നു. ഒരുപാട് ഭാഗങ്ങൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. എനിക്കിപ്പോൾ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇവർ രണ്ടുപേരും കൂടെ പറഞ്ഞു. എനിക്ക് ലിറിക്കിൻ്റെ ക്വാളിറ്റി, എസ്പെഷ്യലി സുസ്മിതം നീ ചൂടി വീണ്ടും എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് എന്താണ് പാടുന്നതെന്നുള്ളത് മനസ്സിലാക്കാൻ പ്രോബബ്ലി മൈക്ക് പ്ലേസ്മെൻറ്റിൻ്റെ ഒരു സംഭവം ആയിരിക്കാം.
എനിക്കങ്ങനെ വേറെ എനിക്ക് പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നിയൊന്നുമില്ല. ബാക്കിയൊക്കെ മോള് നന്നായിട്ട് തന്നെയാണ് പാടി. പിന്നെ ദുഃഖമേ നീ പറഞ്ഞു, എല്ലാവരും പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ എന്തൊരു ഡെപ്തുള്ളൊരു കോമ്പോസിഷനാണ്, ഭയങ്കര ഡെപ്താണ്. അത് സലീൽ ദ ഹാറ്റ്സ് ഓഫ്, ഒന്നും പറയാനില്ല. എസ്പെഷ്യലി ജാനകിയമ്മയുടെ ആ ഒരു എങ്ങനെയാണോ ആ സോങ് ഡെലിവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊന്നും ഇതൊക്കെ ഇത് ഏത് കാലത്താണെന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണം. അപ്പോഴാണ് നമ്മൾ ഇവരോടൊക്കെ സല്യൂട്ട് അടിച്ചു പോകുന്നത്. അത് ഭയങ്കരമാണ്. അപ്പോൾ നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സർ. ദാറ്റ്സ് ഇറ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ഓക്കെ, മാർക്സ് ചോദിക്കാം. ചോദിക്കാം. ശരത് സർ. കാർത്തിക എന്തോ സർ? 9 marks. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക. 9.1. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ചേച്ചി. ഒരു നല്ല സുരക്ഷിതമായ ഒരു ഭാവി ദാ ഈ മാന്ത്രിക കുടത്തിലേക്ക് ഇടുന്നുണ്ട്. ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടുക. അതെ, സുരക്ഷിതമായ ആവട്ടെ, അത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആവട്ടെ. ഓക്കെ, സോ ടോട്ടൽ 18.1. സൂപ്പർ. അപ്പൊ അതിൽ നിന്നും എന്ത് മനസ്സിലായി? എപ്പിസോഡ് ഇന്നത്തെ എപ്പിസോഡിലെ ടോപ്പർ നമ്മുടെ കാർത്തികയാണ്. സോ ദേവൻ നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ ഉണ്ട്. ഓക്കെ, അപ്പൊ ടോപ്പ് മാർക്ക് നേടിയ കാർത്തികയ്ക്ക് ദേവൻ നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ.